ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. രാവിലെ ഉറങ്ങി എണീറ്റിട്ട് വരുമ്പോൾ നമ്മുടെ കിച്ചണിലൊക്കെ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല, പ്രത്യേകിച്ച് സിങ്കിലൊക്കെ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിതവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പാത്രം കഴുകുന്ന ലിക്വിഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏത് ലിക്വിഡാണോ ഉപയോഗിക്കുന്നത് അത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ്. ഇത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ കിച്ചണിലുള്ള സിങ്കൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലിക്വിഡ് വെച്ചിട്ട് ശരിക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ബാഡ് സ്മെല്ലും ഒന്നുമില്ലാതെ നല്ല ക്ലീനായിട്ട് കിട്ടും. നമ്മുടെ കിച്ചണിലെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ കിച്ചൺ സിങ്ക് നല്ലൊരു സ്മെല്ല് തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ നല്ല ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാകാതെ നല്ലൊരു സ്മെല്ല് തന്നെ ഉണ്ടാവും കിച്ചണിലേക്ക് വരുമ്പോൾ. അപ്പോൾ മീനൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണെങ്കിൽ ഭയങ്കര ബാഡ് സ്മെല്ലുണ്ടാവും. അപ്പോൾ പുറമെ നമ്മൾ എത്ര ക്ലീൻ ആക്കിയാലും ആ ഹോളിൻ്റെ ഉള്ളിലൊക്കെ ഒരു ബാഡ് സ്മെല്ല് വരും. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഉള്ളിൽ നിന്നും ഹോളിൻ്റെ ഉള്ളിലത്തെ വൃത്തികേടൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും. ഇനി ഈ ഹോളിൻ്റെ ഉള്ളിലത്തെ അഴുക്കൊക്കെ പോകാനായിട്ട്, ബാഡ് സ്മെല്ലൊക്കെ പോകാനായിട്ട് അടുത്തൊരു ടിപ്പാണ് കുറച്ച് ബേക്കിംഗ് സോഡ ഇതുപോലെ ഹോളിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വിനാഗിരി കൂടി, ഒരു 1-2 ടീസ്പൂൺ വിനാഗിരി കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ അടുക്കളത്തെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിത് രാത്രിയിലാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കാണ്ടത് എങ്ങനെ നേരം വെളുക്കണ വരെ ഇതേപോലെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സൊല്യൂഷൻ അത് 1-2 സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ രാവിലെ നീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഹോളൊക്കെ നല്ല ക്ലീനായിട്ടുണ്ടാവും. ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവാതെ കിച്ചൺ സിങ്കൊക്കെ നല്ല ക്ലീനായിട്ട് നല്ലൊരു സ്മെല്ല് തന്നെ നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ടതുകൊണ്ട് ഉള്ളിലൊക്കെ നന്നായി ക്ലീനായി കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ക്ലീനാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ കിച്ചൺ സിങ്കിന് നല്ലൊരു തിളക്കം കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ അഴുക്കെല്ലാം പോയിട്ട് നല്ല ക്ലീനായിട്ട് നല്ലൊരു സ്മെല്ലുണ്ട്, ബാഡ് സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഈ ഹോളും ഒക്കെ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ലിക്വിഡ് നമുക്ക് ബേസണിലൊക്കെ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നല്ലൊരു സ്മെല്ല് തന്നെ വരും. ഇപ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ കുറച്ച് ബേസണിലോ നമ്മൾ ബാത്റൂമിലും ഒക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ബാത്റൂമിൽ വെള്ളം പോണ ഹോളിൻ്റെ അവിടെ ബേസിനിലും ക്ലോസറ്റിലും ഒക്കെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും. ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവാതെ നല്ലൊരു സ്മെല്ല് തന്നെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളിത് ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരും ഇൻഷാ അല്ലാ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.